ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് കേരള ഇലക്ഷൻ ക്യാമ്പയിൻ ചൂടുപിടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ ശ്രീ കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാണാത്തവർ കാണുക ആൾക്കാർ. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു ഇലക്ഷൻ ക്യാമ്പയിന് കാണാനായിട്ട് പോയി. അത് മറ്റാരുമല്ല, നമ്മുടെ തിരുവല്ലയുടെ സ്വന്തം അനൂപ് ആൻ്റണി എന്ന് പറയാം. കഴിഞ്ഞ 5 വർഷമായി തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം BJP യുവമോർച്ചയുടെ ഇപ്പോൾ അദ്ദേഹം സംസ്ഥാനത്ത് BJPയുടെ സെക്രട്ടറി ആയിട്ട് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഒന്ന് വേറെ തന്നെയാണ്. അദ്ദേഹം എല്ലാ കോർണറുകളും കവർ ചെയ്യുന്നു. തിരുവല്ലയിൽ പോയി അതുപോലെ ജിംനേഷ്യത്തിൽ പോകുന്നു. അവിടെ ജിംനേഷ്യത്തിൽ പ്രഭാതത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികളെ കാണുന്നു. യൂത്ത്സിനെയൊക്കെ കയ്യിലെടുക്കുകയാണ് ലക്ഷ്യം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്ത് സംസാരിക്കും. വികസനമാണ് അദ്ദേഹം മെയിനായിട്ട് സംസാരിക്കുന്നത്. വികസനത്തെക്കുറിച്ച് മാത്രം. അദ്ദേഹത്തിന് കോമാളിയാകാനോ മറ്റുള്ളവരെ കളിയാക്കാനോ ഒന്നും അറിയില്ല. അതൊന്നും അദ്ദേഹം ചെയ്യാറില്ല. എന്തായാലും അതാണ് നമുക്ക് ആവശ്യം. ഒരു മാറ്റമാണ് ആവശ്യം കേരളത്തിൽ. മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ്, ഒരു കാറ്റ്, ചെറിയ കാറ്റ് വീശി തുടങ്ങി. അത് മറ്റാരുമല്ല, സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിലെത്തി. കൊച്ചിയിൽ വന്ന് പാലക്കാട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ ആ കാറ്റ് വീശി തുടങ്ങി. ഇനി അത് വലിയ കാറ്റായി രൂപാന്തരപ്പെടാൻ പോകുന്നു. വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി വിസിറ്റ് ചെയ്യുന്നു. നാളെ കഴിഞ്ഞ് അദ്ദേഹം തിരുവല്ലയ്ക്ക് വരുന്നുണ്ട്. ഈ അനൂപ് ആൻ്റണിയുടെ പ്രചരണത്തിന് തന്നെയാണ് അദ്ദേഹം വരുന്നത്. തീർച്ചയായിട്ടും പബ്ലിക് ഷെഡ്യൂളിൽ ആ പരിപാടി നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവരും. എന്തായാലും കാണുക മുന്നോട്ട് കൂടി അദ്ദേഹത്തിൻ്റെ പ്രചരണം എങ്ങനെയുണ്ടെന്ന്. അദ്ദേഹത്തെ എല്ലാ ആശംസകളും നേരുന്നു. അദ്ദേഹത്തെ മധ്യ തിരുവിതാംകൂറിൻ്റെ പ്രത്യേകിച്ച് ആറന്മുള, തിരുവല്ല സൈഡിലൊക്കെയുള്ള ആറന്മുള പള്ളിയോടങ്ങളുടെ ഒരു വള്ളപ്പാട്ട് ശൈലിയിലാണ്, വള്ളപ്പാട്ട് പാടിയാണ് സ്വീകരിക്കുന്നത്. അതാണ് നമുക്ക് പശ്ചാത്തലത്തിൽ കേൾക്കാൻ സാധിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ല താലൂക്കിൻ്റെ ഏകദേശം അതിർത്തിയിലുള്ള കോമളം എന്ന് പറയുന്ന കോമളം പാലം ഇവിടെ ഫേമസാണ്. പാലം ബ്രിഡ്ജ്, വലിയ നവീകരിച്ച ബ്രിഡ്ജ്, നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടെയാണ് കടന്നു വന്നത് അദ്ദേഹം. അതിൻ്റെ ഭംഗിയൊന്ന് വേറെയാണ് ആ ബ്രിഡ്ജിൻ്റെയും. കാരണം അവിടെ മണിമലയാറാണ് അവിടെ ഒഴുകി പോകുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ മണിമലയാറിൻ്റെ മുകളിൽ കൂടെയാണ് ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. അപ്പോൾ നല്ല വശ്യസുന്ദരമായ, പ്രകൃതി സുന്ദരമായ ഒരു നാടാണ് കോമളം.
നിങ്ങൾക്കെല്ലാം നമസ്കാരം, 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 നിങ്ങൾക്കെല്ലാം നമസ്കാരം. ഇവിടുത്തെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹം മറ്റുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരോടും, അതായത് പാർട്ടി പ്രവർത്തകരോടും മറ്റ് നാട്ടുകാരോടും ചേർന്ന് ജാഥയായിട്ട് ടൂ വീലറിലും കാറുകളിലും ഒക്കെ ആയിട്ട് അത് മണ്ഡലത്തിലെ അടുത്തുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുകയാണ്. കല്ലുപ്പാറ ജംഗ്ഷൻ വരെ പോയിട്ട് തിരികെ അത് 4 കിലോമീറ്റർ അപ്പുറം ഒരു 5 കിലോമീറ്ററോളം ദൂരമാണ്. അപ്പോൾ അത് ആണ് ചടങ്ങ്. അപ്പോൾ ഇവിടെ കൊച്ചുകുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തൊട്ട് മുന്നേ. അതൊക്കെ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുട്ടികൾ വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനും ഒക്കെ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വീകരണ പരിപാടിയാണ്. അദ്ദേഹത്തെ ഭാരതത്തിന്റെ ദേശീയ താമരപ്പൂ നൽകി സ്വീകരിക്കുവാൻ നമ്മുടെ പിഞ്ചു ഓമനകളെ സാദരം ക്ഷണിക്കുകയാണ്. ശ്രീനന്ദ കരിപ്പുമുറിയിൽ, അഹല്യ, ലക്ഷ, ആരതി, അയ്യോ ഇതാരാ ഇത്? ഭാരതത്തിന്റെ ദേശീയ പുഷ്പമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമായ നമ്മുടെ ചിഹ്നമായ താമരപ്പൂ നൽകി നമ്മുടെ പ്രിയങ്കരായ ഈ സ്വീകരണത്തിന് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ അനൂപനിയെ ഈ നാട്ടിലെ ജനങ്ങൾ ഹൃദയത്തിലെത്തിക്കൊണ്ട് സ്വീകരിക്കുന്നു. ഈ സ്വീകരണ പരിപാടിക്ക് വേണ്ടിയിട്ട് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കെ എസ് സതീഷ്, ആലപ്പുഴത്തെ പ്രതികരിച്ചുകൊണ്ട് ശ്രീ സേവേശ്വർ, ബൂത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ മഞ്ജു, ബൂത്ത് കമ്മിറ്റിയെ പ്രതികരിച്ചുകൊണ്ട് ശ്രീമതി രജനി ടീച്ചർ, ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ സുഭാഷ്, ശ്രീ സോമൻ, ശ്രീ ഗോപിനാഥൻ മേലക്കുറ്റ്, ശ്രീ രാജഗോപാൽ, വെട്ടയാട് സുബേദ മേജർ, ശ്രീ കെ ഇ ചാക്കോ, ശ്രീ സുനിൽകുമാർ, 64ാമത്തെ ബൂത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ അഭിജിത്ത്, ശ്രീമതി വസന്ത മോഹൻ, ശ്രീ ബോസ് ഡൊമിനിക്, ശ്രീ ഉരുപ്പാൽ പി കെ പയ്യനാട്ട്, ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാര്, ചേച്ചിമാര്, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നല്ലവരായിട്ടുള്ള കല്ലുപ്പാറ പഞ്ചായത്തിലെ സംവിധായകരെ, എന്റെ മുമ്പിൽ നിൽക്കുന്ന കൊച്ചു കുരുന്നുകളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ ഈ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട്, നിങ്ങളുടെ ഈ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാല് വികാരം കൊണ്ട്
അതിന്റെ ഒരു ഭാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നിങ്ങൾ നൽകുന്ന ഈ സ്നേഹവും പിന്തുണയുമാണ് എന്റെ കരുത്തും എന്റെ ആത്മവിശ്വാസവും. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും ഞാൻ വീണ്ടും 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 ഇന്ന് നന്ദി പറയുകയാണ് നിങ്ങളുടെ ഈ സ്നേഹത്തിനും നിങ്ങളുടെ കരുതലിനും. ഒരു കാര്യം ഞാൻ വാക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ പര്യടനം ആരംഭിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു ജനപ്രതിനിധിയായി MLA ആയി ജയിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഏത് കാര്യത്തിനും ഏതൊരു ആവശ്യത്തിനും 24 മണിക്കൂറും ഒരു ഫോൺ കോൾ അപ്പുറത്ത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിളിച്ചു നൽകുകയാണ്. ഒപ്പം നമ്മുടെ തിരുവല്ല നിയോജക മണ്ഡലം, പ്രത്യേകിച്ച് കല്ലൂപ്പാറ പഞ്ചായത്തിന്റെ നിരവധി വികസന കാര്യങ്ങൾ നമുക്കറിയാം. കുടിവെള്ളം എത്താത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, വീടുകളില്ലാത്ത എത്രയോ ആളുകളുണ്ട്, ആരോഗ്യ കാര്യങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടുമൊക്കെ ബുദ്ധിമുട്ടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, കാട്ടുപന്നിയുടെ ശല്യം നേരിടുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ കല്ലൂപ്പാറ പഞ്ചായത്തിലുണ്ട്. അതെല്ലാം പരിഹരിച്ച് കല്ലൂപ്പാറ പഞ്ചായത്തിനെ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്ന് തിരുവല്ല നിയോജക മണ്ഡലത്തിനെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച നിയോജക മണ്ഡലമാക്കി മാറ്റാൻ ഞാൻ അക്ഷീണം പ്രവർത്തിക്കുമെന്ന് കൂടി വാക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും എന്നെ ചേർത്ത് പിടിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ശ്രദ്ധിച്ച് നമ്മുടെ വാഹന പരിഗണനത്തിന്റെ വ്യവസ്ഥ എല്ലാവരും സ്കൂളൊക്കെ അടച്ചോ? തൊട്ട് പിന്നില് ഇവരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ലല്ലേ, സ്കൂളിൽ വിട്ടില്ല ഇതുവരെ. അതിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് വാഹനം. അതിന്റെ പിന്നിൽ ബാക്കി ഫോർ വീലറും അതിന് വെക്കേണ്ടതാണ്. അതിന്റെ പിന്നിലാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വാഹനം. അതിന്റെ ബാക്കിലാണ് ബാക്കി ഫോർ വീലർ അതിന് വെക്കേണ്ടത്. പോലെ അതായത് ഈ ഒരു ഘട്ടത്തില് ഒരാളെ ഈ ഒരു ഘട്ടത്തിൽ ഡാൻസ് കഴിഞ്ഞോ? ഓ, അടിപൊളിയായിരുന്നോ ഡാൻസ്? കാണാൻ പറ്റില്ല, കുഴപ്പമില്ല, അടിപൊളി കേട്ടോ. ദേശീയ സഖ്യത്തിന്റെ കർമ്മധീരനായ യുവസാരഥി അനൂപ് ആന്റണി ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ആശീർവദിക്കൂ, വോട്ടുകൾ നൽകി വിജയിപ്പിക്കൂ. ഈ ഒരു ഘട്ടത്തില് ഈ ഒരു ഘട്ടത്തില് ഏകദേശം വിജയം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് അസന്നിഗ്ധമായി പറയാം. കാരണം പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ തിരുവല്ലയുടെ വിവിധ ഭാഗങ്ങളിലെ ഏറ്റുവാങ്ങുന്ന സ്വീകരണവും മറ്റ് വാർത്താ ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഈ കാൽവയ്പ് നിയമസഭയിലേക്കുള്ള കാൽവയ്പിന്റെ തുടക്കമാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ വിജയം തിരുവല്ലയിൽ എനിക്കുണ്ടാവും എന്നുള്ള യാതൊരു സംശയം. അല്ലാതെ ഒരു വാക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഞാൻ ചുരുക്കത്തിൽ ചോദിക്കാം. അതായത് തിരുവല്ലയുടെ വികസനത്തിന് വേണ്ടി എന്ന് പറഞ്ഞു ഇവിടെ ധാരാളം സ്ഥലങ്ങൾ ഉണ്ട്. താമര എസ്റ്റേറ്റ് പോലെ, അതുപോലെ കുറ്റപ്പാടങ്ങൾ ഉൾപ്പെടെ, അതുപോലെ റെയിൽവേ വികസനം. ഇതില് മുൻപന്തിയിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന എല്ലാം ഒന്നാം സ്ഥാനത്ത് വികസനം തന്നെയാണ്. ചെറുപ്പക്കാരുടെ തൊഴിൽ കൊടുക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. IT യെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. IT നമുക്കിവിടെ ഒരു IT-യുടെ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും ഉണ്ടാവും. IT മാത്രമല്ല, മറ്റു തരത്തിലുള്ള മാനുഫാക്ചറിംഗ് കാര്യങ്ങളും അങ്ങനെയുള്ള അസംബ്ലി തലവിടക്കെടുപ്പുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ആശംസകളും നന്മകൾ നേരുന്നു. നന്മകൾ മാത്രം. നന്ദി. അനുപ്രിയാണ് നമ്മളോടൊപ്പം ചേർന്ന് NDA-യുടെ മികച്ച സ്ഥാനാർത്ഥി. നിയമസഭയിലേക്കുള്ള കാൽവയ്പ്, അങ്ങനെ ഓരോ കാൽവയ്പും മുന്നോട്ട് പോയി. ഇത് നിയമസഭയിലേക്കുള്ള കാൽവയ്പാണ് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം.